ഇനി മക്കൾ രാഷ്ട്രീയത്തിനെതിരെ മോദി എങ്ങനെ സംസാരിക്കും? മക്കൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറെ പ്രസംഗിച്ചിരുന്നു. മക്കൾ രാഷ്ട്രീയം അഥവാ പരിവാർവാദ് ജനാധിപത്യത്തിന് ഭീഷണി എന്നാണ് മോദിയുടെ നിലപാട്. ഗാന്ധി പരിവാർ കെ ബേटे बेटी का विकास करना हो तो फिर कांग्रेस को वोट दीजिए. എന്നാൽ മൂന്നാം മോദി മന്ത്രിസഭ മക്കൾ രാഷ്ട്രീയത്തിൽ മുങ്ങിയിരിക്കുകയാണ്. മക്കൾ രാഷ്ട്രീയ വഴിയിലെ വൻ നിര തന്നെയാണ് മന്ത്രിസഭയിലുള്ളത്. എഴുപത്തിയൊന്ന് പേരടങ്ങുന്നതാണ് മൂന്നാം മോദി മന്ത്രിസഭ. 30 ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിമാരും 5 സ്വതന്ത്ര സഹമന്ത്രിമാരും 36 സഹമന്ത്രിമാരുമാണുള്ളത്. മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചൊല്ലിയവരിൽ ഏറെയും മക്കൾ രാഷ്ട്രീയത്തിൽ കൂടി സംസ്ഥാന ദേശീയ രാഷ്ട്രീയത്തിലെത്തിയവരാണ്. മക്കൾ രാഷ്ട്രീയം ഗാന്ധി കുടുംബത്തിനെ പ്രതിക്കൂട്ടിൽ നിർത്താനായാണ് മോദി ആവർത്തിച്ചു കൊണ്ടിരുന്നത്. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയുടെ മകനും കർണാടക മുഖ്യമന്ത്രിയുമായിരുന്ന HD കുമാരസ്വാമി, മുൻ പ്രധാനമന്ത്രി ചരൺ സിംഗിന്റെ പേരമകനും മുൻ കേന്ദ്രമന്ത്രി അജിത് സിംഗിന്റെ മകനുമായ ജയന്ത് ചൗധരി, കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന മാധവറാവു സിന്ധ്യയുടെ മകനും ആദ്യകാല ജനസംഘം BJP നേതാവായിരുന്ന വിജയരാജ സിന്ധ്യയുടെ പേരമകനുമായ ജ്യോതിരാദിത്യ സിന്ധ്യ, രാംവിലാസ് പസ്വാന്റെ മകൻ ചിരാഗ് പസ്വാൻ, ബീഹാർ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കർപ്പൂരി ഠാക്കൂറിന്റെ മകൻ രാംനാഥ് ഠാക്കൂർ, ഹരിയാന മുൻ മുഖ്യമന്ത്രിയും റാവു വീരേന്ദ്ര സിംഗിന്റെ മകൻ ഇന്ദ്രജിത് സിംഗ്, തെലുങ്കുദേശം പാർട്ടി നേതാവും ദേവഗൌഡ ഗുജറാത്ത് മന്ത്രിസഭകളിലെ അംഗവുമായിരുന്ന K. രേരൻ നായിഡുവിൻ്റെ മകൻ റാം മോഹൻ നായിഡു, വാജ്പേയി മന്ത്രിസഭാംഗമായിരുന്ന വേദ് പ്രകാശ് ഗോയലിൻ്റെയും മഹാരാഷ്ട്ര മുൻ MLA ചന്ദ്രകാന്ത ഗോയലിൻ്റെയും പുത്രൻ പീയൂഷ് ഗോയൽ, വാജ്പേയിക്ക് കീഴിൽ മന്ത്രിയായിരുന്ന ദേവേന്ദ്ര പ്രധാന്റെ മകൻ ധർമ്മേന്ദ്ര പ്രധാൻ, കോൺഗ്രസ് അഖിലേന്ത്യാ ഉപാധ്യക്ഷനായിരുന്ന ജിതേന്ദ്ര പ്രസാദയുടെ മകൻ ജിതിൻ പ്രസാദ, BSPയുടെ സ്ഥാപകാംഗവും അപ്നാദൾ പാർട്ടി സ്ഥാപകനുമായ സോനാലാൽ പട്ടേലിൻ്റെയും അപ്നാദൾ മുൻ അധ്യക്ഷ കൃഷ്ണ പട്ടേലിൻ്റെയും മകൾ അനുപ്രിയ പട്ടേൽ, മഹാരാഷ്ട്രയിലെ മുതിർന്ന NCP നേതാവ് ഏക്നാഥ് ഗസ്സയുടെ മകന്റെ വിധവ രക്ഷാ ഗത്സ, UPയിലെ പൊതുയോഗത്തിൽ പ്രസംഗിക്കവെ വെടിയേറ്റു മരിച്ച ഓം പ്രകാശ് പസ്വാന്റെ മകൻ കമലേഷ് പസ്വാൻ, ബംഗാൾ മുൻ മന്ത്രി മഞ്ജുൾ കൃഷ്ണ ഠാക്കൂറിന്റെ മകൻ സാന്തനു ഠാക്കൂർ, അരുണാചൽ പ്രദേശ് നിയമസഭയിലെ ആദ്യ പ്രോട്ടം സ്പീക്കർ റിഞ്ചിൻ ഖാറുവിന്റെ മകൻ കിരൺ റിജിജു തുടങ്ങിയവർ പാരമ്പര്യമായി മക്കൾ രാഷ്ട്രീയത്തിലൂടെ എത്തിയവരാണ്. മക്കൾ രാഷ്ട്രീയം ജനാധിപത്യത്തിനും രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും ഭീഷണിയാകുമെന്നായിരുന്നു പ്രധാനമന്ത്രി നാളിതുവരെ പ്രസംഗിച്ചത്. യുവാക്കളായ നേതാക്കളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടുവെന്നും AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ ലക്ഷ്യം വെച്ച് മോദി പ്രസംഗിച്ചിരുന്നു. എല്ലാം തിരിഞ്ഞുകുത്തുന്ന കാലത്ത് മോദിക്ക് വായടക്കാം. ഇനി മക്കൾ രാഷ്ട്രീയത്തെക്കുറിച്ച് മോദി ഒരക്ഷരം മിണ്ടില്ല.